ഏകദേശം 3 മാസമായി തുടരുന്ന പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്താനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത വീണ്ടും രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ മേഖലയെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ഏകദേശം 3 മാസത്തോളമായി പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്ക് അയവ് വരുത്താൻ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും അടക്കമുള്ള ആഗോള ശക്തികൾ തുടർച്ചയായി നടത്തിവന്ന നയതന്ത്ര ശ്രമങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ജൂൺ 7-ന് ഇസ്രായേൽ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണം മേഖലയെ വീണ്ടും ഒരു യുദ്ധഭൂമിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. മേഖലയിൽ കൂടുതൽ സൈനിക നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അന്താരാഷ്ട്ര സമൂഹം നൽകിയ കർശനമായ മുന്നറിയിപ്പുകളെയും അഭ്യർത്ഥനകളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഈ പ്രകോപനപരമായ നടപടി പശ്ചിമേഷ്യയിലെ ദുർബലമായ സുരക്ഷാ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിലേക്ക് നയിച്ചു. ഈ സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേരെ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വർഷങ്ങളായി തുടരുന്ന നിഴൽ യുദ്ധം ഒരു സമ്പൂർണ്ണ സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറിയോ എന്ന ആശങ്കയിൽ ലോകരാജ്യങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ഇരുഭാഗത്തു നിന്നും നടന്ന ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ മേഖലയിലെ എണ്ണ വിതരണ ശൃംഖലയെയും അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ലെന്നും അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി തിങ്കളാഴ്ച പുലർച്ചെയോടെ ഇസ്രായേൽ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനിലെ നിർണായക സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അതിശക്തമായ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഔദ്യോഗികമായി പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെ ഈ സൈനിക നീക്കം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാനിലെ ഭീകര ഭരണകൂടത്തിന്റെ സൈനിക താവളങ്ങളാണ് തങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയപ്പോൾ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രിസ്, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ തുടർച്ചയായി കേട്ട ശക്തമായ സ്ഫോടനങ്ങൾ മേഖലയിലെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഈ വ്യോമാക്രമണങ്ങൾക്കായി ഇസ്രായേൽ വളരെ അത്യാധുനികമായ എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത പരസ്യമായി സൈനിക സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ പൂർണ്ണമായും തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചടി ഇറാനിയൻ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതികരണങ്ങളും സൈനിക നീക്കങ്ങളും അതീവ ആശങ്കയോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വഷളാവുകയും അത് ആഗോളതലത്തിൽ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ഇറാൻ തങ്ങളുടെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളമായ ഇമാം ഖൊമൈനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വ്യോമപാത പൂർണ്ണമായും അടച്ചുപൂട്ടിയത് അന്താരാഷ്ട്ര വിമാന ഗതാഗതത്തെയും ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കത്തെയും വലിയ തോതിൽ താളം തെറ്റിച്ചിരിക്കുകയാണ്. വ്യോമഗതാഗതത്തിലെ ഈ തടസ്സം വിതരണ ശൃംഖലയിൽ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ആഗോള വിപണിയിൽ അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ എണ്ണവിലയിൽ കുതിച്ചുചാട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാരലിന് $2 വർധനവ് ഉണ്ടായതായാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധ സാഹചര്യം ഇനിയും നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ഇരട്ട പ്രഹരമാകും. ഇന്ധന വിലക്കയറ്റം പണപ്പെരുപ്പത്തിലേക്കും അതുവഴി വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും രാജ്യങ്ങളെ നയിച്ചേക്കാമെന്ന ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. ജൂൺ 8 രാവിലെയും ജെറുസലേമിന് മുകളിൽ സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേൽ ഇറാന്റെ പുതിയ മിസൈലുകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതായാണ് വിവരം. യമനിൽ നിന്നും ഇസ്രായേലിന് നേരെ മിസൈൽ വിക്ഷേപിച്ചതായി IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേഖലയിൽ യുദ്ധം 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമാധാനത്തിലേക്കുള്ള വാതിലുകൾ അടയുകയാണോ എന്ന് ലോകം ഭയത്തോടെ നോക്കിക്കാണുന്നു. അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിലെയും ദിശ നിർണ്ണയിക്കുന്നതായിരിക്കും.